2025 ജൂൺ മാസം മേടം ഇടവൻ രാശിയുടെ നക്ഷത്രഫലമാണ് പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ പാദം ഈ 3 നക്ഷത്രങ്ങളാണ് മേടം രാശിയിൽ വരുന്നത്. ഈ 3 നാളുകാർക്ക് ജൂൺ 15 വരെ അത്ര നല്ല സമയമല്ലെങ്കിലും ബാക്കി 15 ദിവസം വലിയ കുഴപ്പമില്ലാതെ പോകും. മത്സര പരീക്ഷകളൊക്കെ കൊടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. അതിൽ വിജയിക്കാൻ അവർക്ക് സാധിക്കും. കോടതി സംബന്ധമായി കേസുകളും വഴക്കുകളും ഒക്കെ ഉള്ള ആൾക്കാർക്ക് അതിൽ വിജയിക്കാൻ സാധിക്കും. ഈ മാസം നിങ്ങൾ പൈസ കടം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. കഴിവതും പൈസ കടം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊന്നും മനസ്സിലേക്ക് കടന്നു വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. വിരോധികളായ ആൾക്കാരിൽ നിന്നും അകന്നു കഴിയാൻ ശ്രദ്ധിക്കണം. ബിസിനസ് നടത്തുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു മാസക്കാലം നിങ്ങൾ ആവശ്യത്തിലധികം സാധനങ്ങൾ കടയിൽ ശേഖരിച്ചു അല്ലെങ്കിൽ സംഭരിച്ചു വെക്കുന്നത് നല്ലതല്ല. മാനഹാനി ഉണ്ടാകുന്ന വിധത്തിലുള്ള പ്രവൃത്തികൾ ഒന്നും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 15 ജൂണിന് ശേഷം നിങ്ങൾക്ക് സമയം ഒന്നുകൂടി അനുകൂലമായി തുടങ്ങും. സമൂഹത്തിലെ ഉയർന്ന ആൾക്കാരുമായി 15 ജൂണിന് ശേഷം നിങ്ങൾക്ക് ബന്ധങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ മാസത്തിൻ്റെ ആദ്യ സമയങ്ങളിൽ മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ ജൂൺ 15 ശേഷം നടന്നു കിട്ടും. കുടുംബ ബന്ധങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. കുടുംബത്തിൽ സന്തോഷം നിറഞ്ഞു നിൽക്കും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കൂട്ടുകാരും സഹപ്രവർത്തകരുമൊക്കെ വളരെ അനുകൂലമായി നിങ്ങൾക്കൊപ്പം സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും. ജൂൺ മാസത്തിൽ ആദ്യം കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും പൊതുവെ നല്ല ഫലങ്ങളാണ് ഈ മാസം കാണുന്നത്. ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിലും ഹനുമാൻ ക്ഷേത്രത്തിലുമൊക്കെ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഈ പറഞ്ഞതൊക്കെ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ പാദം ഈ 3 നക്ഷത്രങ്ങളുടെ ഫലങ്ങളാണ്. ഇനിയും ഇടവൻ രാശി. ഇടവൻ രാശിയിൽ കാർത്തികയുടെ അവസാന 3 പാദം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ 2 പാദം ഈ 3 നക്ഷത്രങ്ങളാണ് വരുന്നത്. നിങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ച് നടത്താനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ വിജയത്തിലെത്തും. നിങ്ങൾ എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ പ്ലാനിങ്ങോടുകൂടി ചെയ്യുകയാണെങ്കിൽ അതിന് പൂർണ്ണമായ ഫലം ഉണ്ടായിരിക്കും. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമൊക്കെ വിജയിക്കാൻ കഴിയുന്ന അനുകൂലമായ സമയമാണ്. നിങ്ങൾ എന്തെങ്കിലും പ്രോപ്പർട്ടി വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടതായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ സമയമാണ്. ഇടവൻ രാശിക്കാരുടെ സന്തതികളുടെ ഉന്നതിയിലും ഉയർച്ചയിലും പരീക്ഷകളിലുള്ള വിജയങ്ങളിലുമൊക്കെ സന്തോഷമുണ്ടാകുന്ന ഒരു അവസരമാണ്. സന്താനങ്ങളുടെ വിജയത്തിൻ്റെ ശുഭകരമായ വാർത്തകൾ ലഭിക്കുന്ന ഒരു സമയമാണ്. ജൂൺ മാസം 15-ാം തീയതി വരെ ഇടവൻ രാശിക്കാർക്ക് വളരെ നല്ല സമയമാണ്. നിങ്ങൾ സമയത്തിനനുസരിച്ച് പ്രവർത്തിക്കുക. ഒരു കാര്യത്തിലും നിങ്ങൾ അശ്രദ്ധ കാണിക്കാൻ പാടില്ല. ജൂൺ 15-ന് ശേഷം ഇടവൻ രാശിക്കാർ എവിടെയെങ്കിലും പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം. കാരണം പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സമയം അല്ല. പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കുടുംബത്തിൽ വാദവിവാദങ്ങളൊന്നും നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുടുംബ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ബന്ധങ്ങളെ മുറുകെ പിടിച്ച് ബലപ്പെടുത്തി നിർത്താൻ ശ്രമിക്കുക. ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ജൂൺ മാസം എല്ലാം കൊണ്ടും ഇടവൻ രാശിക്കാർക്കും നല്ലതായി ഭവിക്കട്ടെ. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.